CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കുടുംബത്തെ വീടുകയറി ആക്രമിച്ചു. ഗൃഹനാഥ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ സ്വദേശിനി തുണ്ടത്തിൽ വീട്ടിൽ 76 വയസ്സുള്ള ശാന്ത, മക്കളായ 45 വയസ്സുള്ള സിബി, 40 വയസ്സുള്ള അബി എന്നിവർക്കാണ് പരിക്കേറ്റത്. വേലൂരിൽ കനത്ത മഴയിൽ പുതിയതായി സ്ഥാപിച്ച മൊബൈൽ ടവറിന്റെ അടിത്തറ ഇടിഞ്ഞു. പഞ്ചായത്ത് വാർഡ് 12 കാഞ്ഞിരാൽ ഭാഗത്ത് സ്ഥാപിച്ച ടവർ ഇപ്പോൾ അപകട ഭീഷണിയിൽ. അരങ്ങ് കുടുംബശ്രീ വാർഷികം ചൊവ്വന്നൂർ ചാവക്കാട് ബ്ലോക്ക് ക്ലസ്റ്റർ തല മത്സരങ്ങൾ കുന്നംകുളം ടൗൺ ഹാളിൽ ആരംഭിച്ചു. ബാങ്ക് ജപ്തി ചെയ്ത ഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് സെക്രട്ടറിയും മുൻ വേലൂർ പഞ്ചായത്ത് മെമ്പറുമായ പറക്കൂത്ത് വീട്ടിൽ PP രാമചന്ദ്രൻ, വട്ടംപറമ്പിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് SI U മഹേഷിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. നാടാകെ ഒന്നിക്കുകയാണ് ആരവ് എന്ന 6 വയസ്സുകാരന്റെ ചികിത്സയ്ക്കായി. പോർക്കുളം സ്കൂളിന് സമീപം താമസിക്കുന്ന കടാംപുള്ളി വീട്ടിൽ സെൽവൻ, രമ്യ ദമ്പതികളുടെ മകൻ ആരവ് അപ്ലാസ്റ്റിക് അനീമിയ എന്ന ഗുരുതര രോഗം ബാധിച്ച് ചികിത്സയിലാണ്. വേലൂർ തലക്കോട്ടുകര പൈനിപ്പാടത്ത് കെട്ടിയുയർത്തിയ റോഡ് തകർത്ത് കരിങ്കല്ല് കയറ്റിയ ടോറസ് ലോറി പാടത്തേക്ക് ചെരിഞ്ഞു. ഇതോടെ മേഖലയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങുന്ന 14-കാരൻ ചികിത്സാ സഹായം തേടുന്നു. വേലൂർ സ്വദേശി അനുദേവ് കൃഷ്ണയാണ് തുടർ ചികിത്സയ്ക്കായി കനിവുള്ളവരുടെ സഹായം തേടുന്നത്. വേലൂരിൽ അപകട ഭീഷണി ഉയർത്തിയിരുന്ന മുത്തശ്ശിമാവിന്റെ ശിഖരങ്ങൾ ഫയർഫോഴ്സിന്റെയും KSCBയുടെയും പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ജാഗ്രതാ ക്യാമ്പയിന്റെ ഭാഗമായി പ്രവർത്തനരേഖ പ്രകാശനം നടന്നു. പുന്നിയൂർക്കുളം ചമ്മന്നൂരിൽ മിണ്ടാപ്രാണിയോട് സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം. പ്രദേശവാസിയായ തൈപ്പറമ്പിൽ ഷെഫീഖിന്റെ പോത്തിനെ വാല് മുറിച്ചാണ് അജ്ഞാതർ ഉപദ്രവിച്ചത്. വേലൂർ പഞ്ചായത്ത് 9-ാം വാർഡ് കുറുമാലിൽ മരം റോഡിലേക്ക് വീണു. റോഡരികിൽ നിന്നിരുന്ന വലിയ പൂമരമാണ് റോഡിലേക്ക് വീണത്. വടക്കേക്കാട് 4-ാം കല്ല് റോഡിൽ ബുള്ളറ്റും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ബുള്ളറ്റ് യാത്രക്കാരായ പുന്നീർ സ്വദേശി വാവുമൽ വീട്ടിൽ മുർഷിദ്, ഷമീറ, ബൈക്ക് യാത്രക്കാരൻ പുന്നീർകുളം ഉപ്പുങ്ങൽ സ്വദേശി എള്ളൂർ മടത്തിൽ വീട്ടിൽ ജഫിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള പിങ്ക് കഫേ കാരവാൻ നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി ഉത്തരവ് പാലിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകണമെന്ന് പഞ്ചായത്ത് അംഗം MC ഐജു ആവശ്യപ്പെട്ടു. 64ന്റെ നിറവിൽ മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാൽ. മലയാള സിനിമയിലെ അഭിനയ ചക്രവർത്തി മോഹൻലാലിന്റെ 64ാം പിറന്നാളാണിന്ന്. കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്ത് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ +2 SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെ അനുമോദിച്ചു. ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ് വെള്ളറക്കാട് മണ്ണാംകുന്ന് കോളനിയിൽ കാഞ്ഞിങ്ങാട്ട് വീട്ടിൽ സുരേഷ്. 37 വയസ്സുകാരനായ സുരേഷ് ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിൽ കഴിയുകയാണ്. ചാലിശ്ശേരി പെരുമണ്ണൂർ യുവധാര കലാകായിക സാംസ്കാരിക വേദി സംഘടിപ്പിച്ച 11ാമത് ശിവൻ മെമ്മോറിയൽ അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് പെരുമണ്ണൂർ കൊട്ടേക്കാവ് ക്ഷേത്ര മൈതാനിയിൽ തുടക്കമായി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1981-82 ബാച്ച് സംഘടിപ്പിച്ച സ്മൃതി സംഗമം പ്രധാന അധ്യാപകൻ KP വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. പുന്നൂർകുളം ആൽത്തറ ഗോവിന്ദാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 5 ദിവസങ്ങളിലായി ആഘോഷിച്ച വൈശാഖ ഏകാദശിക്ക് സമാപനമായി. സമകാലിക സംഭവങ്ങൾ കോർത്തിണക്കി പുറത്തിറങ്ങിയ ഒരു വെള്ളിയാഴ്ച ടാസ്ക് എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ചാവക്കാട് MRRM ഹൈസ്കൂളിനെ സഹപാഠി സൗഹൃദക്കൂട്ടം ആദരിച്ചു. കുരുന്നുകൾക്ക് കരുതലായി അമല നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. അമല നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ കരുതലായി സ്വരൂപിച്ച തുക ഉപയോഗിച്ച് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ആദൂർ മുട്ടിക്കൽ ചിറയിൽ ഒഴുകിവന്ന വലിയ മരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ചുകയറ്റി. BJP നേതൃത്വത്തിൽ എരുമപ്പെട്ടി നെല്ലുവായ് 138-ാം ബൂത്ത് പരിധിയിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. അക്കിക്കാവ് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ കാലിഡാഡ് 2024 സ്കോളർഷിപ്പ് പരീക്ഷ 24-ന് നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. SNDP യോഗം തയ്യൂർ ശാഖയുടെ 11ാമത് വാർഷിക പൊതുയോഗം ശാഖാമന്ദിരത്തിൽ നടന്നു.
മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 33ാമത് ചരമദിനം രാജ്യമെങ്ങും വിവിധ പരിപാടികളോടെ ആചരിച്ചു. കോൺഗ്രസ് നേതൃത്വത്തിൽ വിവിധയിടങ്ങളിലായി ദിനാചരണം നടന്നു. ചിറളയം അരമതിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമാദരം ഒരുക്കി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നടന്നുവന്നിരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. വിസ്ഡം വുമൺസ് ആൻഡ് ഗേൾസ് ഓർഗനൈസേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അകലാട് ഖലീഫ ട്രസ്റ്റിൽ നടത്തിവന്നിരുന്ന ജാലകം ത്രിദിന സഹവാസ ക്യാമ്പ് സമാപിച്ചു. പഴഞ്ഞി MD കോളേജിലെ 1986-88 പ്രീ ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ MDN പാക്ക് ഓഫ് റോസിന്റെ 4ാമത് വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും കുന്നംകുളം ലയൺസ് ക്ലബ്ബിൽ ചേർന്നു. BJP വെങ്ങലശ്ശേരി 172ാം ബൂത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.